ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പോൾ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ചാപ്റ്ററിൻ്റെ വൺ വേർഡ് അതേപോലെ തന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻസും പാരാഗ്രാഫ് ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് മെഗാലിത്ത്? എന്താണ് മെഗാലിത്ത് എന്ന് പറഞ്ഞാൽ? എ മെഗാലിത്ത് ഈസ് എ ലാർജ് സ്റ്റോൺ യൂസ്ഡ് ടു ബിൽഡ് മോണ്യുമെൻറ്റ്സ്. ഈ മോണ്യുമെൻറ്റ്സ്, വലിയ വലിയ ബിൽഡിങ്സൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വലിയ സ്റ്റോണിനെയാണ്, ലാർജ് സ്റ്റോണിനെയാണ് എന്ത് പറയുന്നത്? മെഗാലിത്ത് എന്ന് പറയുന്നത്. ദ വേർഡ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്സ് മെഗാ ആൻഡ് ലിത്തോസ്. ഇപ്പോൾ രണ്ട് വേർഡിൽ നിന്നാണ് മെഗാലിത്ത് എന്ന വാക്ക് വന്നത്. ഒന്ന് മെഗാ ആൻഡ് ലിത്ത്. മെഗാ എന്ന് പറഞ്ഞാൽ ലാർജ്, വലുത്. ലിത്തോസ് എന്ന് പറഞ്ഞാൽ സ്റ്റോൺ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വൈ ആർ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് സോ കോൾഡ്? എന്തുകൊണ്ടാണ് മെഗാലിത്ത് മോണ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്? ദേ ആർ കോൾഡ് മെഗാലിത്ത് മോണ്യുമെൻറ്റ്സ് ബിക്കോസ് ദേ ആർ മെയ്ഡ് ഓഫ് എ ഹ്യൂജ് സ്റ്റോൺ. വലിയ വലിയ സ്റ്റോണുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഡ്യൂറിങ് വിച്ച് ഏജ് വെർ മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് ബിൽഡ്? മെഗാലിത്തിക് മോണ്യുമെൻറ്റ്സ് ഒക്കെ ബിൽഡ് ചെയ്ത ആ ഒരു കാലഘട്ടത്തെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ആ ഒരു ടൈമിനെ, ആ ഒരു കാലത്തെ നമ്മൾ പറയുന്നത് എന്താണ്? മെഗാലിത്തിക് ഏജ് എന്നാണ്. ദേ വെർ ബിൽഡ് ഡ്യൂറിങ് ദ മെഗാലിത്തിക് ഏജ്. വൈ ഈസ് മെഗാലിത്തിക് ഏജ് കോൾഡ് ദ അയേൺ ഏജ്? എന്തുകൊണ്ടാണ് മെഗാലിത്തിക് ഏജിനെ അയേൺ ഏജും എന്നും കൂടി പറയുന്നുണ്ട്? അതെന്തുകൊണ്ടാണ്? ബിക്കോസ് അയേൺ ടൂൾസ് ആൻഡ് വെപ്പൺസ് വെർ വൈഡ്ലി യൂസ്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ അയേൺ ടൂൾസും വെപ്പൺസും ഒക്കെ വളരെയധികം ഉപയോഗിച്ചിരുന്നത് ഈ കാലഘട്ടത്താണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്: വാട്ട് ആർ കുടക്കല്ല് ഓൾസോ കോൾഡ്? കുടക്കല്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ കുടക്കല്ലിന് നമ്മൾ വേറൊരു പേരും കൂടി പറയും. എന്താണ്? കുടക്കല്ല് ആർ ഓൾസോ കോൾഡ് അംബ്രല്ല സ്റ്റോൺസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം 2 മെഗാലിത്തിക് സൈറ്റ്സ് ഇൻ കേരള. കേരളയിലുള്ള 2 മെഗാലിത്തിക് സൈറ്റിൻ്റെ പേര് പറയാനാണ്. എന്തെഴുതാം? മങ്ങാടും അതേപോലെ തന്നെ നമുക്ക് പോർക്കളവും എഴുതാം. അതേപോലെ തന്നെ മറയൂർ, ചെമ്മനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ളതാണ്. ഓക്കെ. ഇനി അടുത്തത്: നെയിം 1 മെഗാലിത്തിക് സൈറ്റ് ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലുള്ള ഒരു സൈറ്റിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞത്. മെഗാലിത്തിക് സൈറ്റ് ഏതാണ്? ആദിച്ചനല്ലൂർ. എന്താണ്? ആദിച്ചനല്ലൂർ. അതേപോലെ തന്നെ കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട, ഇതൊക്കെ എന്താണ്? മെഗാലിത്തിക് സൈറ്റിന് ഉദാഹരണങ്ങളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെയിം എനി 3 അയേൺ ഒബ്ജക്റ്റ് ഫൗണ്ട് ഇൻ മെഗാലിത്തിക് സൈറ്റ്. മെഗാലിത്തിക് സൈറ്റിൽ നിന്ന് കണ്ടുപിടിച്ച ഏതെങ്കിലും 3 എന്താണ് ഒബ്ജക്ട്സിൻ്റെ, വസ്തുവിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? സിക്കിൾസ്, സ്വാർഡ്സ്, നൈഫ്സ്. വാട്ട് വാസ് ഏൻഷ്യൻ സൗത്ത് ഇന്ത്യ കോൾഡ്? ഏൻഷ്യൻ സൗത്ത് ഇന്ത്യ പറഞ്ഞിരുന്ന പേരെന്താണ്? ഏൻഷ്യൻ സൗത്ത് ഇന്ത്യ വാസ് കോൾഡ് തമിഴകം. നെക്സ്റ്റ്: ഹൂ വേർ സംഗംസ്? സംഗംസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ദ സംഗംസ് വേർ ഗാദറിങ്സ് ഓഫ് പോയറ്റ്സ് ആൻഡ് സ്കോളേഴ്സ്. അതായത് പോയറ്റ്സിൻ്റെയും അതേപോലെ പണ്ഡിതന്മാരുടെയും സ്കോളേഴ്സിൻ്റെയും ഒരു സംഘത്തിനെയാണ്, ഒരു ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്? സംഗംസ് എന്ന് പറയുന്നത്. ഓക്കെ. വാട്ട് വേർ സംഘം ഹെൽഡ്? വേർ വേർ ദ സംഘംസ് ഹെൽഡ്? എവിടെയായിരുന്നു സംഘം ഉണ്ടായിരുന്നത്? അവരുണ്ടായിരുന്നത് മധുരമായിരുന്നു. മധുരയായിരുന്നു അവരുടെ സെൻറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൗ മെനി സംഘംസ് വേർ ദർ? എത്ര സംഘങ്ങൾ ഉണ്ടായിരുന്നു? 3 സംഘങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ദർ വേർ 3 സംഘംസ്. ഓക്കെ. വാട്ട് ആർ ദ 2 മെയിൻ ടൈപ്സ് ഓഫ് സംഘം പോയംസ്? 2 തരത്തിലുള്ള സംഘം പോയംസ് ഒരുപാടുണ്ട്. അതിൽ 2 മെയിനായിട്ടുള്ള സംഘം സോങ്സ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? അകനാനൂറ്, പുറനാനൂറ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഡിഡ് അകം പോയംസ് ഡീൽ വിത്ത്? എന്താണ് അകം പോയംസ് എന്ന് പറഞ്ഞത്? അതിലെന്താണുള്ളത് മെയിനായിട്ട്? ദേ ഡെൽറ്റ് വിത്ത് ലവ് ആൻഡ് പേഴ്സണൽ ലൈഫ്. അപ്പോൾ സ്നേഹത്തെക്കുറിച്ചും വ്യക്തിഗത ജീവിതത്തെക്കുറിച്ചുമാണ് അകനാനൂറ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ്: വാട്ട് ഡിഡ് പുറം പോയംസ് ഡീൽ വിത്ത്? പുറം പോയംസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദേ ഡെൽറ്റ് വിത്ത് വാർ, ബ്രേവറി ആൻഡ് പബ്ലിക് ലൈഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഹൂ റോട്ട് ദ തിരുക്കുറൽ? തിരുക്കുറൽ ആരാണ് എഴുതിയത്? തിരുവള്ളുവർ റോട്ട് ദ തിരുക്കുറൽ.
അപ്പോൾ തിരുക്കുറൽ എഴുതിയ ആളെ പേരെന്താണ്? തിരുവള്ളുവർ. ഇനി അടുത്തൊരു പ്രശസ്തമായ കൃതിയാണ് ചിലപ്പതികാരം. ഹൂ റോട്ട് ചിലപ്പതികാരം? ഇളങ്കോ അടികൾ റോട്ട് ചിലപ്പതികാരം. ചിലപ്പതികാരം എഴുതിയത് ആരാണ്? ഇളങ്കോ അടികളാണ്. ഓക്കെ, അപ്പോൾ തിരുക്കുറൾ എഴുതിയത് തിരുവള്ളുവർ, ഇളങ്കോ അടികൾ എഴുതിയതാണ് ചിലപ്പതികാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ റോട്ട് മണിമേഖല? മണിമേഖല എഴുതിയത് ആരാണ്? മണിമേഖല എഴുതിയത് ചാത്തനാർ ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം എനി 2 ഓക്യുപ്പേഷൻ ഓഫ് സംഘം ഏജ്. സംഘം കാലത്ത് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു എന്ന്. 2 ജോലി ഏതാണെന്നാണ് ചോദിച്ചത്. പ്രധാനപ്പെട്ട 2 ജോലി എന്താണ്? അഗ്രികൾച്ചർ ആൻഡ് ഫിഷിങ്. എന്താണ്? കൃഷിയും അതേപോലെ തന്നെ ഫിഷിങ്ങുമാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി. ഒരുപാട് ജോലിയുണ്ട്, അതിൽ 2 പ്രധാനപ്പെട്ട അഗ്രികൾച്ചർ ആൻഡ് ഫിഷിംഗ് ആണ്. വാട്ട് വാസ് ദ മെയിൻ ഓക്യുപ്പേഷൻ ഓഫ് മരുതം ലാൻഡ്? മരുതം ലാൻഡിലുണ്ടായിരുന്ന എന്താണ്? അഗ്രികൾച്ചറാണ്. വിച്ച് തിണ വാസ് റിലേറ്റഡ് ടു ഫിഷിംഗ്? ഫിഷിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തിണാസ് ഏതാണ്? 5 തിണകൾ നമ്മൾ പഠിച്ചു. അതിൽ മരുതം എന്ന് പറഞ്ഞ അഗ്രികൾച്ചറാണ്. ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തിണയുടെ പേരാണ് നെയ്തൽ. നെയ്തൽ തിണ. നെക്സ്റ്റ്, വിച്ച് തിണ ഈസ് റിലേറ്റഡ് ടു ഫോറസ്റ്റ് ആൻഡ് ഹണ്ടിങ്? ഫോറസ്റ്റും ഹണ്ടിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട തിണയുടെ പേരെന്താണ്? കുറിഞ്ഞി. എന്താണ്? കുറിഞ്ഞി. കാട്, മല, ഇതൊക്കെ കുറിഞ്ഞി ആയിട്ടാണ് ബന്ധപ്പെട്ടത്. വിച്ച് തിണ വാസ് റിലേറ്റഡ് ടു ഗ്രേസിങ്? മേയ്ക്കൽ. മേയ്ക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്താണ്? മുല്ലേ. മുല്ലേ തിണ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അങ്ങാടികൾ. ഓക്കെ, വാട്ട് ആർ അങ്ങാടീസ്? അങ്ങാടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങാടീസ് വേർ ഏൻഷ്യൻറ്റ് മാർക്കറ്റ്. മാർക്കറ്റിൻ്റെ പേരാണ് അങ്ങാടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നെയിം 2 ടൈപ്സ് ഓഫ് അങ്ങാടീസ്. 2 തരം അങ്ങാടികൾ ഉണ്ടായിരുന്നു. അത് ഒന്ന് നാളങ്ങാടിയും രണ്ടാമത്തേത് അല്ലലാവണവുമാണ്. അല്ലലങ്ങാടി ആൻഡ് നാളങ്ങാടി. വാട്ട് ഈസ് നാലങ്ങാടി? നാലങ്ങാടി എന്ന് പറഞ്ഞാൽ എന്താണ്? നാലങ്ങാടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡേ ടൈം മാർക്കറ്റ്. പകലുള്ള ചന്തയെയാണ് നമ്മൾ നാലങ്ങാടി എന്ന് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് അല്ലലങ്ങാടി? അല്ലലങ്ങാടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് വാസ് നൈറ്റ് മാർക്കറ്റ്. രാത്രി ചന്തകളെയാണ് അല്ലലങ്ങാടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വിച്ച് കൺട്രീസ് ട്രേഡഡ് വിത്ത് ഏൻഷ്യൻ സൗത്ത് ഇന്ത്യ? സൗത്ത് ഇന്ത്യയുമായി കച്ചവടത്തിൽ ഏർപ്പെട്ട രാജ്യങ്ങൾ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്? റോം, ഗ്രീസ് ആൻഡ് ചൈന. റോമക്കാരും ഗ്രീക്കുകാരും അതേപോലെ ചൈനക്കാരുമാണ് സൗത്ത് ഇന്ത്യയുമായിട്ട് എന്താണ് ട്രേഡ് നടത്തിയ രാജ്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം എനി 3 ഐറ്റംസ് എക്സ്പോർട്ടഡ് ടു ഫോറിൻ കൺട്രീസ്. ഫോറിൻ കൺട്രീസിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്ത എന്തെങ്കിലും 3 ഐറ്റംസിൻ്റെ പേര് എഴുതാനാണ്. എന്താണ്? സ്പൈസസ്, പേൾസ്, എലഫൻസ്. നെക്സ്റ്റ്, വാട്ട് ഐറ്റംസ് ആർ ഇമ്പോർട്ടഡ്? ഇങ്ങോട്ടും അങ്ങോട്ട് കയറ്റി അയച്ച പോലെ തന്നെ ഇങ്ങോട്ടും ഇമ്പോർട്ട് ചെയ്തിരുന്നു, ഇറക്കുമതി ചെയ്തിരുന്നു. അതെന്തൊക്കെയായിരുന്നു? ഗോൾഡ്, വൈൻ, ഗ്ലാസ്. വാട്ട് വെർ ബോട്ട്സ് മെയ്ഡ് ഓഫ്? ബോട്ടുകൾ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്? വുഡ്. വാട്ട് ഈസ് മെൻറ്റ് ബൈ ബാർട്ടർ സിസ്റ്റം? എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ? എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് വിത്തൗട്ട് മണി. പൈസ ഇല്ലാതെ സാധനത്തിന് പകരം സാധനം കൊടുക്കുന്ന രീതിക്കാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞിരുന്നത്. ഇനി നെക്സ്റ്റ്, ഹൂ വെർ മൂവേന്തർ? മൂവേന്തർ എന്ന് പറഞ്ഞാൽ ആരാണ്? ചേര, ചോള ആൻഡ് പാണ്ഡ്യ കിങ്സ്. ചേര, ചോള, പാണ്ഡ്യ കിങ്സിനെയാണ് മൂവേന്തർ. അവരൊന്നിച്ച് ഒരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതെന്താണ്? മൂവേന്തർ എന്നായിരുന്നു. ഓക്കെ, വാട്ട് വെർ ദെയർ സിംബൽസ്? അവരുടെ സിംബൽസ് എന്തായിരുന്നു? ചേരൻ്റെ ബോ, ചോള ടൈഗർ, പാണ്ഡ്യ ഫിഷ്. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ചേരാസ്? ചേര രാജാക്കന്മാരുടെ ക്യാപിറ്റൽ എന്തായിരുന്നു? വഞ്ചി. വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് ചോളാസ്? ചോളകളുടെ ക്യാപിറ്റൽ എന്തായിരുന്നു? ഉറയൂർ. എന്താണ്? ഉറയൂർ. വാട്ട് വാസ് ദ ക്യാപിറ്റൽ ഓഫ് പാണ്ഡ്യാസ്? പാണ്ഡ്യസിൻ്റെ ക്യാപിറ്റലിൻ്റെ പേരെന്താണ്? മധുര. നെക്സ്റ്റ്, ഹൂ വാസ് ദ സുപ്രീം റൂളർ ഇൻ പെരുമാൾ അഡ്മിനിസ്ട്രേഷൻ? പെരുമാൾ അഡ്മിനിസ്ട്രേഷനിലെ സുപ്രീം റൂളർ ആരായിരുന്നു? ദ പെരുമാൾ വാസ് ദ സുപ്രീം റൂളർ. പെരുമാൾ ഭരണത്തിൽ സുപ്രീം ആരായിരുന്നു? പെരുമാൾ തന്നെയായിരുന്നു. ഹൂ അസിസ്റ്റഡ് പെരുമാൾ? പെരുമാളുകളെ അസിസ്റ്റ് ചെയ്തിരുന്നത് ആരാണ്? പെരുമാളുകളെ അസിസ്റ്റ് ചെയ്തിരുന്നത് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആയിരുന്നു. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. വാട്ട് വാസ് ദ റോൾ ഓഫ് ആർമി? ആർമിയുടെ റോൾ എന്തായിരുന്നു? ടു പ്രൊട്ടക്റ്റ് ദ കിങ്ഡം.
വാട്ട് ഡസ് ഇൻസ്ക്രിപ്ഷൻ മീൻസ്? ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റിംഗ് എൻഗ്രേവ്ഡ് ഓൺ സ്റ്റോൺ ഓർ മെറ്റൽ. സ്റ്റോണിലോ മെറ്റലോ ഇങ്ങനെ എൻഗ്രേവ് ചെയ്യുന്നതിനെയാണ്, കൊത്തിയെടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. നെയിം 2 സെൻറ്റേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ഏൻഷ്യൻ സൗത്ത് ഇന്ത്യ. ഏൻഷ്യൻ സൗത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന 2 എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് ഏതായിരുന്നു? മധുര ആൻഡ് കാഞ്ചീപുരം. എന്താണ്? മധുര ആൻഡ് കാഞ്ചീപുരം. നെക്സ്റ്റ്, വിച്ച് ലാംഗ്വേജ് വാസ് യൂസ്ഡ് ഇൻ സംഘം ലിറ്ററേച്ചർ? സംഘം ലിറ്ററേച്ചറിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ഏതാണ്? തമിഴ്.